പ്രൈസ് ദി ലോർഡ്. ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങൾ. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മനസ്സാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം തുയത്തേര സഭയിലെ പ്രവാചികയെന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഇസബേലിനെ കുറിച്ചാണ് ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം. ദുർനടപ്പുകാരിയായ ഇസബേലിന് ദൈവം അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. ഞാൻ അവൾക്ക് വലിയ കഷ്ടത വരുത്തും. ഞാൻ ഇസബേലിനെ കിടപ്പിലാക്കും. അവളുമായി പാപം ചെയ്യുന്നവരെ ഞാൻ അവരെയും കഷ്ടത്തിലാക്കും. അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം നൽകിയിട്ടും അവൾ അവളുടെ ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്നാണ് വചനം നമ്മെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. അവളെ ഞാൻ വലിയ കഷ്ടത്തിലാക്കും. അവളെ ഞാൻ കിടപ്പിലാക്കും. അവൾ എഴുന്നേൽക്കാത്ത നിലയിൽ ഞാൻ അവളുടെ മേൽ ന്യായവിധി അയക്കുമെന്ന് ദൈവം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പഴയ നിയമത്തിൽ ദാവീദ് രാജാവിൻ്റെ ഒരു ചരിത്രം നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിക്കുമ്പോൾ, ദാവീദ് രാജാവ് പാപം ചെയ്തു. ഊരിയാവിൻ്റെ ഭാര്യയെ അവൻ മോഹിച്ച് ഊരിയാവിനെ കൊന്നുകളഞ്ഞിട്ട് ദാവീദ് രാജാവ് ഊരിയാവിൻ്റെ ഭാര്യയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവളുമായിട്ട് പാപം ചെയ്തു. അവളിൽ നിന്ന് ദാവീദിനൊരു കുഞ്ഞ് ജനിക്കുവാനായിടയായി തീർന്നു. ദൈവം പറഞ്ഞു, ദാവീദിന് ജനിച്ച കുട്ടി മരിച്ചു പോകും. ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് ദൈവം പറഞ്ഞു. അതുപോലെ അത് സംഭവിക്കാനായിടയായി തീർന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം നമ്മുടെ സർവശക്തനായ ദൈവം വാക്കുമാറാത്ത ദൈവം തന്നെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കാനായിടയായിത്തീരും. പ്രിയമുള്ളവരെ, നമ്മൾ ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് തിരുവചനങ്ങളിലൂടെ പഠിക്കുമ്പോൾ, ദാവീദിന് വളരെ അനർത്ഥങ്ങൾ കടന്നു വരുവാനായിടയായിട്ടുണ്ട്. ഭയാനകമായ അനർത്ഥങ്ങൾ ദാവീദിനും തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ദാവീദിൻ്റെ മകൻ അബ്നോൻ സ്വന്തം സഹോദരിയെ മോഹിച്ച് അവളെ ബലാത്സംഗം ചെയ്തു. കാരണം ദാവീദ് ഊരിയാവിനെ കൊന്നു. ദാവീദിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള പുത്രന്മാരെ അവൻ്റെ മകനായ അബ്സാലോം കൊന്നുകളഞ്ഞു.
ദാവീദ് ഈ പാപം രഹസ്യത്തിൽ ചെയ്തു. പക്ഷേ പകരമുള്ള പ്രവൃത്തികൾ ദൈവം സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദാവീദിൻ്റെ മകനായ അബ്ശാലോം ദാവീദിൻ്റെ വെപ്പാട്ടികളുമായി പരസ്യമായി പാപം ചെയ്തു. ഒടുവിൽ ദാവീദിൻ്റെ മകനായ അബ്ശാലോമും കൊല്ലപ്പെടുവാനായിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ഗൃഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വാൾ ഒഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു. കാരണം അവൻ്റെ ദുർനടപ്പലകൾ അവൻ്റെ വ്യഭിചാര നിമിത്തമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ സർവശക്തനായ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ച് ഈ സംഭവങ്ങളെ ഒന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിന് ബോധം വരുത്തി കൊടുക്കാനായിടയായിരുന്നു. ദാവീദിനോട് കാര്യാദികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ദാവീദിന് കാര്യം നന്നായി മനസ്സിലാക്കി. ദാവീദ് കാര്യം മനസ്സിലായ ആ ഉടൻ തന്നെ, ആ നിമിഷം തന്നെ ദാവീദ് മാനസാന്തരപ്പെടുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്വതം നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചെന്ന് ഈ ഊരിയാവിനെ കൊന്നതും അവൻ്റെ ഭാര്യയെ എടുത്തതും അവളോടുകൂടി ദാവീദ് പാപം ചെയ്ത സംഭവങ്ങളെ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞപ്പോൾ ദാവീദിനെ ശരിയായി മനസ്സിലായ ആ നിമിഷത്തിൽ, ആ സെക്കൻഡിൽ തന്നെ ദാവീദ് പറഞ്ഞു, അയ്യോ, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആമേൻ ദാവീദ് ആമേൻ അവൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ, അതാണ് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനു കരുണ ലഭിക്കുമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. സ്വതം ആമേൻ ദാവീദ് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവൻ്റെ പാപത്തെ മോചിക്കുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. ഒടുവിൽ നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ, അതായത് വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ, ഊരിയാവിൻ്റെ ഭാര്യ ബേത്ശേബയിൽ നിന്ന് ദാവീദിന് ജനിച്ച മകനാണ് ശലോമോൻ. ഹല്ലേലൂയ. ആ ശലോമോന് ഒടുവിൽ ദാവീദിൻ്റെ സിംഹാസനം ദൈവം നൽകി. ദൈവത്തിൻ്റെ നീതിയെ അവിടെ പ്രകടിപ്പിക്കുവാനായിടയായി തീർന്നു. ദൈവം നീതിമാനാണ് പ്രിയമുള്ളവരെ. ദൈവം വാക്കുമാറാത്തവനാണ് പ്രിയമുള്ളവരെ. ദൈവം വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം തന്നെ നീതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അവിടെ നീതി പ്രവർത്തിക്കുവാനായിടയായി തീർന്നു. ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തുയഥൈര സഭയിലെ ദുർനടപ്പുകാരിയായ ഇസബേലിന് മാനസാന്തരപ്പെടുവാൻ ദൈവം അവൾക്ക് സമയം നൽകിയിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ നിമിഷത്തിൽ അതേ സ്തോത്രം, ഈ കാലഘട്ടത്തിലും ഹല്ലേലൂയ ആമേ സഭയെ കലക്കുന്നതായ, സഭയെ അരുതാത്ത വഴിയിലേക്ക് സഭാജനത്തെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന, സഭയിൽ ആരെങ്കിലും ഇപ്രകാരമുള്ള ദുർനടപ്പുകൾ ആചരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ആമേ സർവശക്തനായ ദൈവം അവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് അവസരം നൽകുമ്പോൾ അവൾ ക്ഷണത്തിൽ ആമേ നെടുമ്പാടെ വീണ് അവരുടേതായ തെറ്റിനെ, പാപത്തെ അവർ ഏറ്റുപറഞ്ഞ് അതേ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം അവരോട് കരുണ കാണിപ്പാനായിടയായിത്തീരും. മറുതലിക്കുകയാണെങ്കിൽ ഇവിടെ ആമേൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞാൻ അവളെ ആമേ കിടപ്പിലാക്കും, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേ സ്തോത്രം, നമുക്കും
ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനപ്രകാരം അതേ ജീവിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാക്കുമാറാത്ത കർത്താവേ, ഈ നിമിഷത്തിൽ ആമേൻ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങയുടെ വചനപ്രകാരം ജീവിച്ച് മുന്നേറുവാൻ അതിയായി കൃപ നൽകും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.